നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് ലഭിച്ചിരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്ക് ലഭിച്ചിരുന്നില്ല. ഈ ഒരു ബജറ്റിലായിരുന്നു എല്ലാ പ്രതീക്ഷയും ഉണ്ടായിരുന്നത്. ബജറ്റിൽ സ്ത്രീ സുരക്ഷാ പെൻഷനെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്, എന്ത് രൂപത്തിലുള്ള പരിശോധനയായിരിക്കും നടക്കുക, ഇങ്ങനെ പരിശോധനയിൽ ആരെല്ലാമാണ് പുറത്താവുക, എന്തെല്ലാം കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. യൂട്യൂബിലാണ് വീഡിയോ കാണുന്നത്, ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മാസം 1000 രൂപയുടെ പെൻഷനായിരുന്നു കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് പ്രഖ്യാപിച്ചത്. 2 മാസത്തെ പെൻഷൻ വിതരണമാണ് അന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതെങ്കിലും ഇതുവരെയും സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിച്ചിരുന്നില്ല. ഇന്നത്തെ ബജറ്റ് അവതരണത്തിലും ഇക്കാര്യങ്ങൾ സർക്കാർ സൂചിപ്പിച്ചിരുന്നില്ല. പിന്നീട് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ സർക്കാർ സൂചിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് നടത്തിയ ഈ ഒരു പദ്ധതിയിൽ ഒരുപാട് അനർഹർ കയറി കൂടിയിട്ടുണ്ടെന്നാണ് സർക്കാർ പറയുന്നത്. അനർഹമായിട്ട് ഒരുപാട് ആളുകൾ പെൻഷൻ അപേക്ഷ സമർപ്പിക്കുകയും അവർക്ക് അപ്രൂവൽ ആവുകയും അവർക്ക് 2 മാസത്തെ പെൻഷൻ ലഭിച്ചിട്ടുണ്ടെന്നാണ് സർക്കാർ പറയുന്നത്. ഏകദേശം 18 ലക്ഷത്തോളം അപേക്ഷകളാണ് വന്നിരുന്നത്. അതിൽ 18 ലക്ഷത്തോളം ആളുകൾക്കും അത് അപ്രൂവൽ ആയിട്ടുണ്ട്. നമുക്കറിയാം, ഇലക്ഷൻ അടുത്തതായതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആളുകൾക്കും ഈ ഒരു പെൻഷൻ അപ്രൂവൽ ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ സർക്കാരിൻ്റെ അന്വേഷണത്തിൽ ആദ്യം മനസ്സിലാകുന്ന കാര്യം ഇത് അനർഹമായിട്ടാണ് ഒരുപാട് ആളുകൾ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം, ഈ ഒരു പദ്ധതിയിൽ മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുള്ള ആളുകൾക്ക് മാത്രമാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ റേഷൻ കാർഡിലെ പേര് മറ്റോ റേഷൻ കാർഡിലേക്ക് വെട്ടിമാറ്റിയും എല്ലാം ഒരുപാട് അപേക്ഷകൾ നൽകിയിരുന്നു. നിങ്ങൾക്കിങ്ങനെ പെൻഷൻ ലഭിച്ച ആളുകളാണെങ്കിൽ എസ് എന്നും ഇല്ലാത്ത ആളുകൾ നോ എന്നും കമൻറ്റ് ചെയ്ത് വെക്കുക. നമുക്കറിയാം, നമ്മൾ എവിടെയാണ് 6 മാസത്തിലധികമായി താമസിക്കുന്നത് അവിടെയാണ് നമ്മുടെ പേരുണ്ടാവേണ്ടത്. എന്നാൽ ഈ ഒരു പെൻഷൻ പദ്ധതിയിൽ അപേക്ഷിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ അവരുടെ പേര് മറ്റൊരു റേഷൻ കാർഡിലേക്ക് വെട്ടിമാറ്റുകയും ചുവപ്പ് റേഷൻ കാർഡിലേക്ക് വെട്ടിമാറ്റുകയും അതുമൂലം അവർക്ക് പെൻഷൻ നൽകുകയും ചെയ്യുകയുണ്ടായി. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷണത്തിന് ശേഷം മാത്രമായിരിക്കും സ്ത്രീ സുരക്ഷാ പെൻഷൻ പുനഃസ്ഥാപിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അത് തന്നെയാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. മറ്റു കാര്യങ്ങളെല്ലാം കുറിച്ച് പറയുകയുണ്ടായി. മാസം 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം സർക്കാർ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യങ്ങൾ സർക്കാർ ബജറ്റ് അവതരണത്തിൽ സൂചിപ്പിച്ചിരുന്നില്ല. പിന്നീട് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. നമുക്കറിയാം, റേഷൻ കാർഡ്, ചുവപ്പ് റേഷൻ കാർഡിൽ പേരുണ്ടാകണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ താമസിക്കുന്ന വീട് 1000 സ്ക്വയർ ഫീറ്റിന് താഴെ വീട്ടിൽ താമസിക്കുന്ന ആളുകളായിരിക്കണം. സ്വന്തമായി 4 ചക്ര വാഹനമുള്ളവരാകരുത്. അതുപോലെ തന്നെ കുടുംബത്തിന് ഒന്നാക്കിയ 1 ഏക്കർ മേലെ ഭൂമി ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമാണ് ചുവപ്പ് റേഷൻ കാർഡിന് അർഹതയുള്ളത്. അനർഹമായിട്ട് ചുവപ്പ് റേഷൻ കാർഡ് കൈവശം വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വലിയ രൂപത്തിലുള്ള ഫൈനുകൾ തിരിച്ചടക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഈ ഒരു ചുവപ്പ് റേഷൻ കാർഡുള്ള ആളുകൾക്ക് മാത്രമായിരുന്നു അന്ന് പെൻഷൻ അർഹതയുണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനെ അനർഹമായി ഒരുപാട് കാര്യങ്ങൾ ചുവപ്പ് റേഷൻ കാർഡ് കൈവശം വെച്ച് പിന്നീട് അവർക്ക് പെൻഷൻ ലഭിക്കുകയുണ്ടായി. ഏതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അന്വേഷണത്തിന് ശേഷം മാത്രമായിരിക്കും തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.